5 വർഷമായിട്ട് ചെയ്തതും ഇവിടെ വന്നിട്ട് 10 ദിവസം കൊണ്ട് പഠിച്ചതും നല്ല വ്യത്യാസമുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സക്സസ്. ഡെഡ് കണ്ടീഷനുള്ള ഫോണ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ലെവലുണ്ട്, അതുവരെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിലേറെ പിന്നെ ആണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ വേറെ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് സിപിന് വർക്ക് വിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേന് വർക്ക് എടുക്കാൻ പറ്റില്ല. ഡിയാറ്റിലെ ആൻഡ്രോയിഡ് 10 ദിവസത്തെ അപ്ഡേഷൻ ക്ലാസ് ഇന്നിവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ 10 ദിവസത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഞാൻ അവിടെ ചെയ്തിരുന്ന വർക്കും ഇവിടെ വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളും കുറേ ഉണ്ട്. പിന്നെ അവിടെ 5 വർഷമായിട്ട് ചെയ്തതും ഇവിടെ വന്നിട്ട് 10 ദിവസം കൊണ്ട് പഠിച്ചതും നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? 5 വർഷത്തെ. ഓക്കെ, എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുമ്പ്? ഞാൻ ബേസിക് ആയിട്ടുള്ള എല്ലാ വർക്കുകളും ചെയ്തുകൊണ്ടായി. പിന്നെ ഡെഡ് കണ്ടീഷനിൽ വന്ന ഫോണ് എങ്ങനെ ചെക്ക് ചെയ്യണം, ഏത് രീതിയിൽ ചെക്ക് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നപ്പോൾ അത് മനസ്സിലായത് എങ്ങനെ ചെയ്യണം, എവിടുന്ന് ചെയ്യണം. പിന്നെ CPU വർക്കൊന്നും ചെയ്യുന്നുണ്ടായിട്ടില്ല, അതൊക്കെ ഇവിടെ വന്ന് സെറ്റായി കിട്ടി. സക്സസ് ആയോ? സക്സസ് ആയി. ചെയ്ത് സക്സസ് ആയി. ഞാൻ കൊടകാണ്. വർക്ക് ചെയ്തിരുന്നത് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പേര് ഡാനിഷ്, ഞാൻ കൊണ്ടോട്ടി. ഞാൻ ഇപ്പോൾ 3 വർഷമായി വർക്ക് ചെയ്തിട്ട്. ഇപ്പോൾ ബേസിക്കാണ് അധികം ചെയ്യാറ്. പിന്നെ ഡെഡ് കണ്ടീഷനുള്ള ഫോണ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ലെവലുണ്ട്, അതുവരെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിലേറെ പിന്നെ ആണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ വേറെ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കും. കൊടുക്കലായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇപ്പം നമ്മൾ തന്നെ ചെയ്യും. പിന്നെ ഏത് ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് കംപ്ലൈന്റ് നമുക്ക് കൺഫേം ആക്കാൻ പറ്റും. പണ്ടത് കൺഫേം അല്ലായിരുന്നു. പിന്നെ ബ്ലോവർ പിടിക്കുന്ന രീതികൾ, പിന്നെ ഓരോ കമ്പോണൻറ്റ് വെക്കുന്നത് കറക്റ്റായിട്ട് വെക്കുന്നത്, ചിലപ്പോൾ അടുത്തുള്ള കമ്പോണൻറ്റ് മൊത്തത്തിൽ ഇളകിപ്പോവും. അതൊക്കെ കറക്റ്റായി കിട്ടി. അതൊക്കെ ഇപ്പോൾ വളരെ വളരെ സിമ്പിളായി. അതൊക്കെ ഭയങ്കര പാടാന്ന് വിചാരിച്ച കാര്യമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സിമ്പിളായി കിട്ടി. മെത്തേഡ്സ് കിട്ടി. പിന്നെ 80% ഓക്കെ ആയി. ഇനി ഇറങ്ങിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആക്കാം. ഞാൻ ഇവിടെ വന്നിട്ട് CPU ആണ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാ 3 CPU അവിടെ നിന്ന് സക്സസ് ആക്കി. ഒരു ഡബിൾ ഡെക്കർ. എത്ര ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ഞാനൊരു 5-6 ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു 4 റെഡിയായി, 2 ഫോൾട്ട് ഫൈൻഡിങ് ചെയ്ത് IC ഇഷ്യൂ ആണ്. IC റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ളത് മനസ്സിലായി. 3 CPU ആയിരുന്നു. CPU ഇഷ്യൂ അങ്ങനെ ഇഷ്യൂ ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സക്സസ് ആയി. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. പിന്നെ നെക്സ്റ്റ് വേറെ എന്ത് കാര്യങ്ങൾ അഡീഷണൽ കിട്ടിയത്? പിന്നെ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടിയത്. കുറേ ടിപ്സും കാര്യങ്ങളും നമ്മൾ ചെയ്തിരുന്നതും അത് തെറ്റായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു 10 ദിവസം കൊണ്ട് കിട്ടിയത് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മുടെ കോഴ്സിന് 6 മാസം വാലിഡിറ്റി കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇനി ഏതെങ്കിലും സെക്ഷനിൽ നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ അതെങ്കിലും വീണ്ടും ഒന്നുകൂടെ പഠിക്കണം, ഒന്നുകൂടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ 6 മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് വീണ്ടും റീജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ടേബിളിൽ പോയിരുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അതുപോലെ തന്നെ വർക്ക് ചെയ്യാം. നല്ല ടെക്നീഷ്യന്മാരാകാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി ഒരു 6 മാസം കഴിയുമ്പോൾ ആ പ്രോട്ടോകോൾ അല്ല, സെപ്പറേറ്റ് വേറെ പ്രോട്ടോകോൾ വരും. ബട്ട് ആ പ്രോട്ടോകോളിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് വന്നിട്ട് ഡയറക്റ്റ് പറഞ്ഞു തന്നിട്ട് കാര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു ലൈനിനെ പറ്റി പറഞ്ഞിട്ട് തന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ ആ പറ്റി സൊല്യൂഷൻ തന്നിട്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആ പ്രോട്ടോകോൾ എന്താ, അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായാൽ മാത്രം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അത് 6 മാസത്തെ ഒരു വാലിഡിറ്റി നമ്മൾ രജിച്ചിട്ടുള്ളത്. പിന്നെ പേഴ്സണൽ സപ്പോർട്ട്, കമ്പനി വഴി സപ്പോർട്ട് നിങ്ങൾക്ക് 1 ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും ക്ലിയർലി. ദെൻ പേഴ്സണലായിട്ട് സപ്പോർട്ട് നിങ്ങൾക്ക് 1 ഇയർ അല്ല, എന്റെ ലൈഫ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എത്ര തരാൻ പറ്റും അത്രയാണ് ഞാൻ പറയുന്നത്. വർക്ക് എടുക്കുന്നുണ്ട്, CPU വർക്ക് എടുക്കുന്നുണ്ട്, അതിന്റെ അപ്പുറം നിങ്ങൾക്ക് ഡിസ്പ്ലേ വർക്കും കൂടി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് CPന് വർക്ക് വിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേന് വർക്ക് എടുക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ആ വർക്ക് വിട്ടിട്ട് വേറെ ഒരു വർക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ സമയത്തിൽ നിങ്ങൾക്ക് ഒരാളെ ഹയർ ചെയ്യുന്നത് നിങ്ങളെ പ്ലേസ് തന്നെ. നിങ്ങൾക്ക് ഏത് ഏരിയത്തിലാണുള്ളത് ആ ഏരിയത്തിൽ ഏതെങ്കിലും നമ്മുടെ സ്റ്റുഡൻസുകൾ ഉണ്ടാവും, അവരെ നിങ്ങളടുത്തേക്ക് അയച്ചുതരാനും അല്ലെങ്കിൽ അവരെ നിങ്ങളെ വർക്ക് എടുപ്പിക്കാനും ക്ലിയർ ആയിട്ടുണ്ടാവും. അവർക്കും പറഞ്ഞു കൊടുക്കാം ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളെ വർക്ക് എന്താ കിട്ടും, ഫ്രീ ആയി കിട്ടും. കുറച്ച് സ്പേസ് നിങ്ങൾക്ക് കിട്ടും. ആ സ്പേസിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് റീബോലും കാര്യങ്ങളും സ്വന്തം ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും. ആ സമയത്ത് കസ്റ്റമർ അറ്റൻഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാവും. അവരുടെ ഷോപ്പിലുണ്ടാവും, സർവീസ് കസ്റ്റമർ അറ്റൻഡ് ചെയ്യണം. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് തന്നെ വെച്ചോളാം ഒരു ടെക്നീഷ്യനെ.
അങ്ങനെ നിങ്ങളെ ഹാൻഡിന് വർക്ക്. ഒരു മൊബൈൽ പാക്ക് ചെയ്യാനോ ഒരു മൊബൈൽ ചെക്ക് ചെയ്യാനോ ഏറ്റവും കൂടുതൽ ടെക്നീഷ്യൻ ഇഷ്യൂ ആണ് മൊബൈൽ റെഡിയാക്കി പിന്നെ ചെക്ക് ചെയ്യുന്നത്. ആണോ? ഉറപ്പല്ലേ? ഈ ചെക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമുള്ള പരിപാടി. ആ ചെക്ക് ചെയ്യാൻ ഒരു സ്റ്റാഫോ അല്ലെങ്കിൽ അത് വെച്ചാൽ അവൻ ചെക്ക് ചെയ്തോളൂ, നീറ്റ് ചെയ്തോളൂ. പിന്നെ റിട്ടേൺ പ്രശ്നങ്ങൾ വരാതെ ഇരിക്കുന്ന പോലെ എന്താവും ക്ലിയർ ആയിട്ട് എല്ലാം ചെക്ക് ചെയ്ത് നീറ്റായിട്ട് കൊടുക്കാനും പറ്റും. കസ്റ്റമർക്ക് കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാനും പറ്റും. നിങ്ങൾക്കുള്ള ടൈമിങ്സും കിട്ടും.